ടോപ്പ് ട്യൂഷൻ്റെ ബേസിക് സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ലെറ്റ് us കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്സിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് വെർട്ടിക്കൽ ഫാമിംഗ്? വെർട്ടിക്കൽ ഫാമിംഗ് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഫാമിംഗ് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ മെത്തേഡാണ്. ഇതിനകത്ത് ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നത് സ്റ്റാക്ക്ഡ് ലെയേഴ്സ് ആയിട്ടാണ്, അതായത് ഷെൽഫ് പോലെയാണ് ഗ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോപോണിക്സ്, ഓറോപോണിക്സ് പോലെ ഇതിൽ സോയിൽലെസ് ഫാമിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് കൂടുതലും ഐഡിയലാവുന്നത് അർബൻ ഏരിയാസിലാണ്, അതായത് കുറച്ച് സ്പേസ് ഉള്ള ഏരിയാസിലാണ് ഈ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Vertical farming is an innovative agricultural method where crops are grown in vertically stacked layers like on shelf. It often uses soilless farming techniques like hydroponics or aeroponics. This method is ideal for urban areas as it saves a lot of space and allows for farming year-round. Question: what is aeroponics? Aeroponics പറഞ്ഞാൽ എന്താണ്? അപ്പോൾ aeroponics എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതിലുള്ള അഡ്വാൻസ്ഡ് മെത്തേഡാണ്. ഇതിനകത്ത് റൂട്ട്സിനെയൊക്കെ എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ റൂട്ട്സിലോട്ട് വാട്ടറും ന്യൂട്രിയൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പറയുന്നത് സ്മാർട്ട് ഫാമിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Aeroponics is an advanced method of growing plants where the roots are suspended in the air. Water and nutrients are sprayed directly onto the roots as a fine mist. This technique uses very little water and is part of smart farming systems. Question: explain the difference between chemical and organic fertilizers. Chemical fertilizers ന്റെയും അതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി മെയ്ഡ് സബ്സ്റ്റൻസസുകളാണ്. അതായത് ഇത് വന്നിട്ട് പതുക്കെ ആയിരിക്കും പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് നൽകുന്നത്. പക്ഷേ ഇതിൻ്റെ ഓവർ യൂസ് വന്നിട്ട് സോയിലുള്ള ഓർഗാനിസത്തിനൊക്കെ വളരെ ഹാംഫുൾ ആണ്. അതേസമയം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഫെർട്ടിലൈസേഴ്സ് ആണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ അനിമൽ മാന്യൂർ, കോമ്പോസിറ്റ് ഒക്കെ. അപ്പോൾ ഇത് വന്നിട്ട് ന്യൂട്രിയൻസ് പതുക്കെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോയിലിൻ്റെ ലോങ് ടേം ഹെൽത്തും അതുപോലെ ടെക്സ്ചറും അത് ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ ആർട്ടിഫിഷ്യലി മെയ്ഡ് സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ് ക്വിക്ക്ലി ബട്ട് ദെയർ ഓവർ യൂസ് ക്യാൻ ഹാം ദ സോയിൽ ആൻഡ് ഇറ്റ്സ് ഓർഗാനിസംസ്. Organic fertilizers are made from natural materials like animal manure or compost. They release nutrients slowly and improve the soil's long-term health and texture. Question: what is hybridization in plants? Plants-ൽ hybridization പറഞ്ഞാൽ എന്താണ്? ഹൈബ്രിഡൈസേഷൻ പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് രണ്ട് ഡിഫറെൻറ്റ് പാരന്റ് പ്ലാന്റ്സ് ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പാരൻസിൻ്റെയും ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്ന ഒരു ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ പ്ലാന്റ്സ് ബൈ ക്രോസ് പോളിനേറ്റിംഗ് ടു ഡിഫറെൻറ്റ് പാരന്റ് പ്ലാന്റ്സ് വിത്ത് ഡിസയറബിൾ ക്വാളിറ്റീസ്. ദ ഗോൾ ഈസ് ടു പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ് ദാറ്റ് ഈസ് എ ഹൈബ്രിഡ് that has the best characteristics of both parents. This method is used to create high yielding or disease resistant crop varieties. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: what is integrated farming and why is it considered sustainable? Integrated farming പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് അതിനെ സസ്റ്റൈനബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അതായത് ക്രോപ്പ് കൾട്ടിവേഷൻ അതുപോലെ തന്നെ അനിമൽ റിയറിങ്, ഇതുപോലത്തെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒരുമിച്ച് നടത്തി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ സസ്റ്റൈനബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒരു കൾട്ടിവേഷൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത്
മറ്റൊന്നിൻ്റെ റിസോഴ്സായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ അനിമൽ മാനുവർ, ഇത് അനിമലിൽ നിന്നും കിട്ടുന്ന വേസ്റ്റാണ്. അപ്പോൾ ഈ അനിമൽ മാനുവർ പറയുന്നത് ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രോപ്സിന് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഫാമിംഗ് കോസ്റ്റ് ലോവർ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Integrated farming is a system where different agricultural activities like crop cultivation and animal rearing are done together. It is considered sustainable because the waste from one part of the farm becomes a resource for another. For example, animal manure is used as fertilizer for crops, which reduces waste and lowers farming cost. Question: Name any 4 agricultural products from Kerala that have received a geographical indication, that is GI tag. കേരളത്തിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് റിസീവ് ചെയ്തിട്ടുള്ള 4 അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ള 4 അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് പറയുന്നത്, ഒന്ന് പാലക്കാടൻ മട്ട റൈസാണ്, പിന്നെ മലബാർ പെപ്പർ, പിന്നെ കുട്ടിയാത്തൂർ മാംഗോ, പിന്നെ വരുന്നത് തിരൂർ വെറ്റില, അതായത് ബീറ്റൽ ലീഫ്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. 4 agricultural products from Kerala with a GI tag are പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ, കുടിയാത്തൂർ മാംഗോ, തിരൂർ വെറ്റില ഓർ ബീറ്റൽ ലീഫ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് വിക്ക് ഇറിഗേഷൻ? വിക്ക് ഇറിഗേഷൻ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ വിക്ക് ഇറിഗേഷൻ പറയുന്നത് സിമ്പിളും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടറിങ് മെത്തേഡാണ്. അപ്പോൾ ഇതിനകത്ത് വിക്ക്, അതായത് വിക്ക് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ ക്ലോത്ത് ഉണ്ടാക്കിയിട്ടുള്ള തിരി എന്നൊക്കെ പറയും, അതാണ് വിക്ക്. അപ്പോൾ ഇത് വിക്ക് യൂസ് ചെയ്തിട്ട് സോഴ്സിൽ നിന്നും നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടിലോട്ട് വെള്ളം വലിച്ചെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം വന്നിട്ട് വിക്കിലൂടെ ട്രാവൽ ചെയ്യുന്നത് കാപ്പിലറി ആക്ഷൻ വഴിയാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷനേക്കാളും കുറച്ച് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Wick irrigation is a simple and efficient watering method where a wick, usually made of cotton cloth, is used to draw water from a source directly to the roots of a plant. The water travels up the wick through capillary action. This method uses even less water than drip irrigation. Question: What is the role of the agricultural office or Krishi Bhavan? Agricultural office അല്ലെങ്കിൽ കൃഷി ഭവൻ്റെ റോള് എന്താണ്? അഗ്രികൾച്ചർ ഓഫീസ് അല്ലെങ്കിൽ കൃഷിഭവൻ എന്ന് പറയുന്നത് ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ് ബോഡീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഫാമേഴ്സിന് ഫിനാൻഷ്യൽ എയ്ഡും അതുപോലെ ടെക്നിക്കൽ അഡ്വൈസും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസും ഈ ഒരു കൃഷിഭവനിൽ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The agricultural office or Krishi Bhavan is a government body that supports farmers. It provides them with financial aid, technical advice and training programs. It also helps farmers with marketing their produce and give approvals for various agricultural activities. Question: What are the advantages of growing local varieties of vegetables? Local varieties of vegetables grow ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ലോക്കൽ ഗ്രോയിങ് വെജിറ്റബിൾസ് വന്നിട്ട് വളരെ ബെനിഫിഷ്യലാണ്. കാരണം ലോക്കൽ ക്ലൈമറ്റും സോയിലൊക്കെ ആയിട്ട് വെൽ അഡാപ്റ്റഡ് ആയിട്ടായിരിക്കും അത് ഗ്രോ ചെയ്തിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ അത് നാച്ചുറൽ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ലോക്കൽ പെസ്റ്റിനും അതുപോലെ ഡിസീസിനൊക്കെ അഗെയിൻസ്റ്റ് നാച്ചുറൽ റെസിസ്റ്റൻസ് ഉള്ള വെജിറ്റബിൾസ് ആയിരിക്കും അത്. പിന്നെ ഈ ഒരു വെജിറ്റബിൾസ് വന്നിട്ട് കോസ്റ്റ് കൾട്ടിവേഷൻ റെഡ്യൂസ് ചെയ്യുകയും എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Growing local vegetables varieties is beneficial because they are well adapted to the local climate and soil. They usually have a natural resistance to the local pests and diseases, which means fewer pesticides are needed. This reduces the cost of cultivation and helps to maintain the ecological balance. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: How can mobile apps help farmers? Mobile apps എങ്ങനെയാണ് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മൊബൈൽ ആപ്സ് വന്നിട്ട് ഫാമേഴ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതായത് വെതർ ഫോർകാസ്റ്റ്, അതുപോലെ പെസ്റ്റിനെ കുറിച്ചിട്ടുള്ള അലേർട്സ്, ഡിസീസ്, അതുപോലെ തന്നെ ഫാമിനെ കുറിച്ചിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസ് ഒക്കെ മൊബൈൽ ആപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഗവൺമെന്റ് സ്കീംസും അതുപോലെ മാർക്കറ്റിംഗ് പ്രൈസസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഈ ഒരു ആപ്പിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഫാമേഴ്സിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Mobile apps can greatly help farmers by providing them with useful and timely information. They can offer weather forecasts, give alerts about pests and diseases, and provide expert advice on farming. Apps can also share information on market prices and government schemes, helping farmers make better decisions. Question: What is horticulture? Horticulture പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ പറയുന്നത് അഗ്രികൾച്ചറിൽ വരുന്ന ഒരു ബ്രാഞ്ച് ആണ്. അത് ആർട്സ്, സയൻസ്, ടെക്നോളജിയുമായി റിലേറ്റഡ് ആണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹെർബ്സ്, അതുപോലെ സീഡ്സ്, ഫ്ലവേഴ്സ്, മഷ്റൂംസ്, ഇതിൻ്റെയൊക്കെ കൾട്ടിവേഷൻ ആണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Horticulture is a branch of agriculture that deals with art, science, technology, and business of growing plants. It includes the cultivation of fruits, vegetables, nuts, seeds, herbs, sprouts, mushrooms, algae, flowers, and seaweeds. It is a way to diversify farming activities. Question: What are the limitations of using chemical fertilizers? Chemical fertilizers ന്റെ യൂസ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വന്നിട്ട് പ്ലാന്റ്സിന് പെട്ടെന്ന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുമെങ്കിലും അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ എക്സസീവ് യൂസ് വന്നിട്ട് സോയിലിൻ്റെ നാച്ചുറൽ ടെക്സ്ചറും അതുപോലെ എർത്ത് വേംസ് പോലെയുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡീകമ്പോസേഴ്സിനൊക്കെ അത് ഹാം ചെയ്യുന്നു. അതുമാത്രമല്ല സോയിലിനെ ലെസ് ഫെർട്ടൈൽ ആക്കുകയും പിന്നെ ഈ ഒരു സോയിലിൻ്റെ അടുത്തുള്ള വാട്ടർ ബോഡീസിനൊക്കെ അത് പൊല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. While chemical fertilizers provide nutrients quickly, they have limitations. Their excessive use can damage the soil natural texture and harm beneficial decomposers like earthworms. Over time, it can make the soil less fertile and also pollute nearby water bodies. How can a student farmer get support for their agricultural activities? ഒരു സ്റ്റുഡൻറ് ഫാമറിന് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പോൾ ഒരു സ്റ്റുഡൻറ് ഫാമറിന് പല സ്ഥലങ്ങളിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഫാമിലി മെമ്പേഴ്സിന് ഇനീഷ്യൽ ഹെൽപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വന്നിട്ട് ലോക്കൽ അഗ്രികൾച്ചർ ഓഫീസ്, അതായത് കൃഷിഭവനും ഗ്രാമപഞ്ചായത്തിനൊക്കെ ഫിനാൻഷ്യൽ എയ്ഡും അതുപോലെ അവർക്ക് ഗൈഡൻസും ഓഫർ ചെയ്യുന്നു. പിന്നെ വന്നിട്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ ഓൺലൈൻ സർവീസസിലൂടെയൊക്കെ ഈ ഒരു ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷനും സപ്പോർട്ടും ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. എ സ്റ്റുഡൻറ് ഫാമർ ക്യാൻ ഗെറ്റ് സപ്പോർട്ട് ഫ്രം മെനി പ്ലേസസ്. ദെയർ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ പ്രൊവൈഡ് ഇനീഷ്യൽ ഹെൽപ്പ്. ദ ലോക്കൽ അഗ്രികൾച്ചറൽ ഓഫീസ്, ദാറ്റ് ഇസ് കൃഷിഭവൻ ആൻഡ് ഗ്രാമപഞ്ചായത്ത്, ഓഫർ ഗൈഡൻസ് ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ്. Agricultural cooperative societies and online services are also great sources for information and support. Subscribe to this channel for more videos like this. Question: What are some examples of diversifying agriculture beyond growing food crops? Food crops cultivation അല്ലാതെ ഡൈവേഴ്സിംഗ് അഗ്രികൾച്ചറിൽ വരുന്ന മറ്റു എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അപ്പോൾ ഫുഡ് ക്രോപ്സ് കൾട്ടിവേഷൻ അല്ലാതെ ഡൈവേഴ്സിഫൈയിങ് അഗ്രികൾച്ചറിൽ വരുന്ന മറ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ ആണ്. പിന്നെ ഓർണമെൻ്റൽ ഫിഷ് ഫാമിങ്, അതുപോലെ പോൾട്രി ഫാമിങ്, പിന്നെ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ഫ്ലോറികൾച്ചർ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ നോക്കാം. Agriculture can be diversified by engaging in activities other than just growing food. Some examples include floriculture, that is cultivating flowers, horticulture, that growing garden crops, medicinal plant cultivation, poultry farming, raising birds like chicken and duck, ornamental fish farming. Question: Why is tissue culture considered a more technical process than grafting or budding? എന്തുകൊണ്ടാണ് ടിഷ്യൂ കൾച്ചറിന് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ബഡിനേക്കാളും കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് കൺസിഡർ ചെയ്യാൻ കാരണം? അപ്പോൾ ടിഷ്യൂ കൾച്ചർ പറയുന്നത് കുറച്ചും കൂടെ ടെക്നിക്കലാണ്. കാരണം ഇത് വന്നിട്ട് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ലബോറട്ടറി എൻവയോൺമെന്റിലാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെഷ്യലൈസ്ഡ് നോളേജും കൂടെ വേണം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സിനകത്ത് ഒരു പ്ലാന്റ് സെല്ല് ഗ്രോ ചെയ്യുന്നത് കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾഡ് കണ്ടീഷൻസിൻ്റെ അണ്ടറിൽ ഒരു സ്പെസിഫിക് ന്യൂട്രിയൻ മീഡിയത്തിലാണ്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിംഗും ബഡ്ഡിംഗ് ഒക്കെ പറയുന്നത് ഒരു സിമ്പിളർ ടെക്നിക്സ് ആണ്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. ഇത് വന്നിട്ട് നമുക്കൊരു ബേസിക് ട്രെയിനിങ് തന്നാൽ തന്നെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ടിഷ്യൂ കൾച്ചറിൽ അതുപോലെ ചെയ്യാൻ പറ്റില്ല. അതിന് സ്പെഷ്യലൈസ്ഡ് നോളേജ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Tissue culture is considered more technical because it needs a sterile laboratory environment and specialized knowledge. The process involves growing plant cells on a specific nutrient medium under controlled conditions to prevent contamination. Grafting and budding are simpler techniques that can be learned and performed in the field with basic training. Question: Explain the leaf color chart. Leaf color chart നെ കുറിച്ചിട്ട് explain ചെയ്യുക. ഇപ്പോൾ ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത് പ്ലാന്റിലുള്ള നൈട്രജൻ്റെ എമൗണ്ട് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടൂളാണ്. ഇപ്പോൾ ഫാമേഴ്സ് വന്നിട്ട് അവരുടെ പ്ലാന്റിൻ്റെ കളറ്, അവരുടെ പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ കളറ് അവരുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് കളർ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഒരു ലീഫ് ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും അവരുടെ പ്ലാന്റിനകത്ത് നൈട്രജൻ്റെ കുറവുണ്ടെന്ന്. ഇല്ലെങ്കിൽ ആ ഒരു ലീഫ് ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു പ്ലാന്റിന് അഡിക്വേറ്റ് ആയിട്ടുള്ള നൈട്രജൻ ഉണ്ട് എന്നാണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The leaf color chart is a simple tool used to check the amount of nitrogen in a plant. Farmers compare the color of their plant's leaves with the standard colors on the chart. A light green leaf indicates a lack of nitrogen, while a dark green leaf shows that nitrogen is adequate. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.